ലോക്സഭാ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് സഭാ നടപടികൾ പുരോഗമിക്കുന്നത്. Very few trains are having stoppage in these three stations. I would like to know from the Honourable Minister that whether the railway would consider stoppages of more trains in these three stations for the benefit of the passengers of my Raiganj parliamentary constituencies. If so, the details thereof and by what time the final decision in this regard is likely to be taken. രാജ്യസഭയിലും പ്രതിപക്ഷ ബഹളം 11:15 മണിവരെ രാജ്യസഭ നിർത്തിയെന്നറിയുന്നു. ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എങ്ങനെയാണ് സഭാ നടപടികൾ പോകുന്നത്? ലോക്സഭയില് ഇന്ന് സഭാ നടപടികൾ പ്രതിഷേധമുണ്ട്. പക്ഷേ ആ പ്രതിഷേധം സഭാ നടപടികളെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ അത്ര ശക്തമല്ലെന്ന് പറയാം. കാരണം അംഗങ്ങളിൽ ഏതാണ്ട് ഭൂരിപക്ഷം പേരും സസ്പെൻഷന് വിധേയമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങൾ ലോക്സഭയിൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യോത്തര നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ചോദ്യോത്തര വേളയാണ് സഭയിൽ പുരോഗമിക്കുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത് അംഗീകരിക്കുന്ന വിധത്തിലേക്ക് ചെയർ എത്തുന്നില്ല. വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിന് സമാനമായിട്ടില്ല എന്ന് ലോക്സഭയിൽ ഇത് പറയാം. പക്ഷെ രാജ്യസഭയിൽ സമ്മേളനം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ സഭാ നടപടികളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമുണ്ടായി. തുടർന്ന് അപ്പോൾ തന്നെ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ആദ്യം 11:30 എന്നാണ് ചെയർ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ 11:15 തന്നെ സഭാ സമ്മേളനം വീണ്ടും തുടങ്ങുമെന്നാണ് രാജ്യസഭ ടിവിയിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാജ്യസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ശ്രദ്ധേയമാവുക ചെയർമാന് എതിരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ അനുകരണ ശ്രമത്തിന് എതിരെ പ്രധാനമന്ത്രിയും ഒപ്പം രാഷ്ട്രപതിയും അടക്കമുള്ളവർ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ അഥവാ ശുപാർശ ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു പരാതി ചെയർമാന്റെ പരിഗണനയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സഭാ നടപടികളെ പ്രക്ഷുബ്ധമാകുന്ന വിധത്തിലേക്ക് ഈ വിഷയം എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. വേണോ ഇപ്പോൾ ലോക്സഭയിൽ ഈ അംഗബലം കുറവായിരിക്കുന്നതുകൊണ്ടാണോ പ്രതിഷേധത്തിന്റെ ശക്തി കുറഞ്ഞിരിക്കുന്നത്? പക്ഷേ നടുത്തളത്തിൽ ഇറങ്ങുക എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ പ്രതിപക്ഷം? വേണു, നമുക്ക് ഇപ്പോൾ ഈ സഭാ നടപടികൾ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നലത്തേതിന് സമാനമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രതിപക്ഷ നിരയിലെ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ് എന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഒരുപക്ഷെ അടുത്ത സമയത്തിനുള്ളിൽ അടുത്ത നിമിഷങ്ങളിൽ പ്രതിപക്ഷം ഈ സഭാ നടപടികളുടെ ഒരു ആദ്യ ഘട്ടം എന്ന രീതിയിൽ അല്പസമയത്തിനകം കൂടുതൽ ശക്തമാക്കാൻ ഈ പ്രതിഷേധം ശ്രമിച്ചേക്കും. അതിനുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വീണ് പറയുന്ന വിധത്തിലാണ്. കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ട് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ, ഈ ശിക്ഷാ നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലുകൾ അടക്കമുള്ളവ ഇന്ന് സഭ പരിഗണിക്കുകയും പാസ്സാക്കുകയും ചെയ്യേണ്ട ദിവസമാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറ്റ് വിഷയത്തിലല്ലെങ്കിലും പാർലമെന്റിന്റെ ആക്രമണ വിഷയത്തിലല്ലെങ്കിലും ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട് സഭയിൽ സംസാരിക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് പ്രതിഷേധം ഉയർത്തണമെന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ നടപടികളുടെ എണ്ണം കൂടിപ്പോയാൽ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകും. ആ ഒരു കാര്യം കൂടി പ്രതിപക്ഷം പരിഗണിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഏതായാലും പ്രതിഷേധം സഭയിൽ ഉയർത്തുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സഭാ നടപടികൾ പുരോഗമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. ഈ രാജ്യസഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് ഈ അനുകരണ വിവാദം അവിടെ വരുമ്പോൾ? രാജ്യസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യസഭയിൽ 2 പേർക്കെതിരെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരെടുത്തുള്ള വിമർശനം ഇന്നലെ രാജ്യസഭാ ചെയർമാൻ നടത്തിയത്. അത് ഒന്ന് TMC അംഗമായിട്ടുള്ള കല്യാണിനെതിരെയാണ്. രണ്ടാമത്തത് രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. രാഹുൽ ഗാന്ധിയും ഒപ്പം ഈ TMC MP ആയിട്ടുള്ള കല്യാണും ചെയ്തത് ഒരു സാഹചര്യത്തിലും സഭയുടെ അന്തസ്സിനും അംഗങ്ങളുടെ അന്തസ്സിനും യോജിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയല്ല എന്ന വിമർശനമാണ് ചെയറിൽ വെച്ചുകൊണ്ട് തന്നെ ചെയർമാൻ നടത്തിയത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം തുടർന്ന് വളരെ ശക്തമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്ന വിധത്തിലേക്ക് BJP നിലപാട് സ്വീകരിച്ചു. പരാതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് തന്റെ പ്രതിഷേധം വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ നിന്ന് സഭയിലെ സർക്കാരിന്റെ നയം എന്താണ് എന്നത് വ്യക്തമാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയ ഉപാധിയാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൽ രാഹുൽ ഗാന്ധി കൂടി കക്ഷി ചേർക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ വിഷയത്തിൽ എടുക്കുന്ന ഏതു തീരുമാനവും വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്ക്
കാരണമാകാം. 2 ദിവസമേ ഉള്ളൂ ഇനി സഭാ സമ്മേളനം. 21-നും 22-നും മാത്രമേ സഭാ സമ്മേളനം ഇനി ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിൽ ഈ ബില്ലുകൾ പാസാക്കി പൂർണ്ണമായിട്ടും മുന്നോട്ട് പോവുക എന്നതാണ് സർക്കാരിന്റെ തന്ത്രം. നിലവിൽ പ്രതിപക്ഷം ഈ സഭയിൽ ഇല്ലാത്തത് ഒരു അനുകൂല ഘടകം എന്ന രീതിയിലാണ് പല ബില്ലുകൾ പാസാക്കുന്നതിലും വേഗത്തിൽ അവ പാസാക്കി മുന്നോട്ട് പോകുന്നതിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും ഇതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. രാജ്യസഭയിലും ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ പരിപാടികൾ അതിനെ അച്ചടക്ക നടപടികളുമായി നേരിടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇന്നും ആ രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന വിധത്തിലാണ് രാജ്യസഭയിലെ നിലപാടുകൾ പോകുന്നത്. ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസുകൾ 2 സഭയിലും നൽകിയിട്ടുണ്ട്. ലോക്സഭയിലേത് ഇതിനകം നിഷേധിച്ചിട്ടുണ്ട്. രാജ്യസഭയിലേത് അകമായിരിക്കും പരിഗണിക്കുക. ആ ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. രാധാകൃഷ്ണൻ, ഈ TMC MP-യുടെ അനുകരണം അത് വീഡിയോ ചിത്രീകരണം നടത്തുന്നു രാഹുൽ. ഇതൊക്കെയാണല്ലോ ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല, അവർ നടുത്തളത്തിൽ ഇറങ്ങാത്തതുകൊണ്ട് എന്നൊരു ഘട്ടമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി അടക്കം പ്രതികരിച്ച സ്ഥിതിക്ക് രാഹുൽ ഗാന്ധിക്ക് നടപടി എന്ന സാധ്യതകളുടെ സൂചനയാണോ വരുന്നത്? വേണു, നിലവിലുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്കെതിരെ സഭയ്ക്കുള്ളിൽ നടത്തിയിരിക്കുന്ന ഒരു നടപടിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ ഏത് വിധത്തിൽ നേരിടണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഒരുപക്ഷെ ചേർന്ന ഭാഗത്ത് നിന്ന് സഭയ്ക്കുള്ളിൽ നടത്തിയ അച്ചടക്ക നടപടി ലംഘനമല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. എങ്കിലും ഈ വിഷയത്തിൽ ചേർന്ന ഭാഗത്ത് നിന്ന് ഒരു റൂളിംഗ് അടക്കം വന്നു കഴിഞ്ഞാൽ ലോക്സഭാംഗം എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അച്ചടക്ക നടപടിയുടെ കാഠിന്യം അത് എത്രത്തോളം വലുതാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഇനിയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഭരണപക്ഷത്തിന് പോലും അക്കാര്യത്തിൽ ഒരു നിശ്ചയത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നത്തെ സഭാ നടപടികൾ കൂടി കഴിയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നടക്കുന്ന പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ഏതു വിധത്തിലാണ് എന്നതുകൂടി നോക്കിയിട്ട് ഒരു തീരുമാനം എന്ന ഒരു രീതിയിലാണ് BJP-യുടെ ഫ്ലോർ മാനേജർമാർ പോകുന്നത്. രാവിലെ മുതിർന്ന നേതാക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയാണ്. സ്ഥിരമായിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കപ്പെട്ടാൽ ഈ അച്ചടക്ക നടപടി എന്നുള്ളതിന് ഒരു വിലയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന് തൽക്കാലം തയ്യാറല്ല. മറിച്ച് ഈ വിഷയത്തിൽ അച്ചടക്ക ലംഘനം ഇനിയും ഈ നടുത്തളത്തിൽ ഇറങ്ങിയ അംഗങ്ങളിൽ ഒട്ടുമിക്ക ആളുകൾ ഇതിന് നടപടിയെടുത്തിയ ഒരു സാഹചര്യത്തിൽ നടപടികൾ പിൻവലിക്കുന്നതുമായി പരിഗണിക്കുന്നുണ്ട്. ആർ രാധാകൃഷ്ണന്റെ ശബ്ദ സംപ്രേഷണത്തിലൊരു സാങ്കേതിക പ്രശ്നമുണ്ട്, അത് വേഗം പരിഹരിച്ച് തിരികെ എത്താം. ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. അതേസമയം രാജ്യസഭ ചേർന്നയുടൻ പ്രതിപക്ഷ ബഹളം അവിടെയുണ്ടായി. അതിൻ്റെ ഭാഗമായി സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ആദ്യം 11:30 വരെ നിർത്തിവെക്കുന്നു എന്നാണ് തീരുമാനിച്ചതെങ്കിലും പിന്നീട് 11:15 വീണ്ടും ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആർ രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഈ പ്രതിഷേധം ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് പാർലമെന്റിന് പുറത്തും? വേണു, 2 ദിവസം മാത്രമേ ഇനി സമ്മേളന നടപടികളുള്ളൂ. ഇതുവരെയുള്ള ഒരുപക്ഷെ ഈ സമ്മേളന 2014 മുതലുള്ള ഈ സർക്കാരിന്റെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര കൃത്യമായിട്ട് ഒരു വിഷയത്തിൽ സഭയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പാർലമെന്റിനുള്ളിൽ ഒരു ആക്രമണം നടത്തുക, വലിയ രീതിയിൽ അത് രാഷ്ട്രീയമായിട്ട് പ്രത്യേകിച്ച് സഭയ്ക്കുള്ളിൽ നടന്ന ഈ ആക്രമണം എന്നത് പാർലമെന്റ് ആക്രമണ ദിവസത്തിന്റെ വാർഷിക ദിവസം തന്നെ ഉണ്ടായി എന്നുള്ളത് വലിയ ശക്തമായിട്ടുള്ള ഒരു സന്ദേശം എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. ഇത് ആണ് ഇപ്പോൾ രാഷ്ട്രീയ വിഷയമായിട്ട് പ്രതിപക്ഷം ഉപയോഗിക്കുന്നത്. ഈ വിഷയത്തിൽ നടപടികൾ എടുക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രസ്താവന നടത്താൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. അങ്ങനെ സർക്കാർ ഒരു പ്രതിരോധാവസ്ഥയിൽ കൊണ്ടെത്തിക്കാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. ഇത് ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ കൂടി അവർക്ക് പകരുന്ന ഊർജം വളരെ വലുതാണ്. 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കനത്ത തിരിച്ചടി ഏൽപ്പിച്ച ആഘാതവുമായിട്ടാണ് സഭയിലേക്ക് അവർ എത്തിയത്. ആ ഊർജം പക്ഷേ ട്രഷറി ബെഞ്ചിൽ നിന്ന്, ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആക്രമണം എന്ന രീതിയിൽ ഏൽക്കേണ്ടി വന്നില്ല. കാരണം ഈ ഒരു വിഷയമായിരുന്നു. തുടർന്ന്
ഭരണപക്ഷത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അതോടുകൂടി പ്രതിരോധാവസ്ഥയിലേക്ക് നീങ്ങുകയും പ്രതിപക്ഷത്തിന് വളരെ ശക്തമായിട്ട് ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാനായിട്ടുള്ള അവസരം അത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി അടക്കം സംഭവിച്ചത് വലിയ വീഴ്ചയാണ് എന്ന് അംഗീകരിക്കുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആഭ്യന്തരമന്ത്രി സഭയിൽ മറുപടി പറയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് എത്തി. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിന്ന് പോകുന്നുണ്ട്. അംഗങ്ങൾക്കെതിരായിട്ടുള്ള അച്ചടക്ക നടപടിയുടെ കാര്യത്തിലും അച്ചടക്ക നടപടി കൊണ്ട് തങ്ങളുടെ പ്രതിഷേധം ശമിപ്പിക്കാൻ സാധിക്കില്ല എന്ന സന്ദേശം അത് വളരെ ശക്തമായിട്ട് പ്രതിപക്ഷത്തിന് നൽകാനായി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പ്രസക്തിയാണ്. കാരണം മുൻപ് പല ഘട്ടങ്ങളിലും ചില പാർട്ടികൾ, ഉദാഹരണത്തിന് NCP പോലെയുള്ള ചില പാർട്ടികൾ ഈ വെല്ലിലേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറാകില്ലായിരുന്നു. എന്നാൽ ഇത്തവണ NCP അംഗങ്ങൾക്കടക്കം ഈ നടുത്തളത്തിലേക്ക് ഇറങ്ങിയതിന്റെ ഭാഗമായിട്ട് നടപടികൾക്ക് വിധേയമാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി. അങ്ങനെ പ്രതിപക്ഷ കൂട്ടായ്മ വളരെ ശക്തമാകുന്നതിന്റെ ഒരു കാരണമായിട്ട് ഇപ്പോഴത്തെ ഈ വിഷയം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധത്തിലുള്ള ആനുകൂല്യവും ഉപയോഗപ്പെടുത്തുക സഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഈ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളുടെ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനകം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. ഇവ പാർലമെന്റിൽ സവിസ്തരം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പക്ഷേ അതിനെ വേഗത്തിൽ മറികടന്ന് നിയമനിർമ്മാണം നടത്താനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇന്ന് ഇപ്പോൾ ഈ സഭയിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധം അതൊക്കെ വലിയ പ്രാധാന്യം ഉണ്ടാകുന്നതാകും. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാർലമെന്റിൽ ലോക്സഭയിൽ നടപടികൾ പുരോഗമിക്കുന്നു. രാജ്യസഭ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.